അടിമാലി കൂമ്പൻപാറയിലെ മണ്ണിടിച്ചിലിൽ ദേശീയപാത നിർമ്മാണത്തിൽ NHAIക്ക് വീഴ്ച ഉണ്ടായി എന്ന് പ്രാഥമിക കണ്ടെത്തൽ. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശാസ്ത്രീയ പഠനം നടത്താൻ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. മണ്ണിടിച്ചിലിൽ മരിച്ച ബിജുവിന്റെ മകളുടെ പഠന ചെലവിന് 1 ലക്ഷം രൂപയും ദേശീയപാത അതോറിറ്റി നൽകാനും കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. 29 കുടുംബങ്ങളാണ് അഫക്റ്റഡ് ഏരിയയിൽ ഉള്ളത്. അത്രയും കുടുംബങ്ങളെ അവിടുന്ന് മാറ്റി താമസിപ്പിക്കണം, അവിടെ താമസത്തിന് യോഗ്യമല്ല എന്നുള്ള നിലയാണ് വന്നിട്ടുള്ളത്. അത് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്ന കവറേജ് ഉണ്ടെന്നുള്ളതാണ് NHAI ഈ മീറ്റിങ്ങിൽ അറിയിച്ചത്. അവർക്ക് ആ ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് തീരുമാനിച്ചൊരു കാര്യം. അപ്പോൾ അവർക്ക് ആവശ്യമായ വീട് വാടകയ്ക്ക് എടുക്കാനോ മറ്റ് സൗകര്യങ്ങൾ കണ്ടെത്തുകയോ ചെയ്താൽ അതിന് വേണ്ടി വരുന്ന വാടക NHAI നൽകണമെന്നുള്ളതാണ് എടുത്ത മറ്റൊരു തീരുമാനം. ഒരു കുടുംബത്തിന് 15,000 രൂപ വെച്ച് ക്യാമ്പിൽ നിന്ന് മടങ്ങിപ്പോകുമ്പം നൽകുന്നതിനുള്ള തീരുമാനം കൂടി ഇതിന്റെ ഭാഗമായി എടുത്തിട്ടുണ്ട്. രാഹുൽ വിജയൻ വിവരങ്ങളുമായി കട്ടപ്പനയിൽ നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, ഈ അശാസ്ത്രീയ മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ടടക്കം നാട്ടുകാർ ഉയർത്തിയ ഗുരുതരമായ ആക്ഷേപങ്ങളുണ്ട്. ഇതിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നതിനിടയിൽ NHAIക്ക് വീഴ്ച പറ്റി എന്നടക്കമുള്ള കാര്യങ്ങൾക്കൊപ്പം എന്തൊക്കെ നിഗമനങ്ങളിലേക്കാണ് എത്തുന്നത്? മറ്റൊന്ന്, ഈ വീട് തകർന്നവരുടെയും വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നവരുടെയും സ്ഥിതിയാണ്. അവരുടെ കാര്യം കഷ്ടമാണ്. അവർക്ക് ആശ്വാസമാവുന്ന എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടാവുന്നുണ്ടോ രാഹുൽ വിജയൻ? രജിത്ത്, ഈ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് പൂർണ്ണ ഉത്തരവാദിത്വം ദേശീയപാത അതോറിറ്റിക്കാണ് എന്ന നിലയിലാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു വെക്കുന്നത്. ഈ മാറേണ്ട, അതായത് ഇപ്പോൾ നിലവിൽ ക്യാമ്പിൽ കഴിയുന്ന, തിരികെ വീടുകളിലേക്ക് പോകാൻ പറ്റാതെ കഴിയുന്ന 29 കുടുംബങ്ങളുണ്ട്. ഇവർക്ക് NHAI തന്നെ ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ 25 കുടുംബങ്ങൾ തിരികെ വീട്ടിലേക്ക് മടങ്ങാം. അവർ ദുരന്തബാധിത മേഖലയിലുള്ള ആളുകളല്ല, അവരുടെ വീടുകൾക്ക് വലിയ പ്രശ്നം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഈ ടെക്നിക്കൽ കമ്മിറ്റി നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നതെന്നും പറയുന്നുണ്ട്. ഇതിൽ നേരിയ പ്രതിഷേധം ഉൾപ്പെടെ ഈ ക്യാമ്പിലുണ്ട്. അതായത് പൂർണ്ണ തോതിൽ പ്രശ്നപരിഹാരമാകാതെ ക്യാമ്പിൽ നിന്ന് മാറാൻ കഴിയില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോഴും ഈ ദേശീയപാത അതോറിറ്റി ഇവർക്ക് ഈ വാടക വീടുകളിലേക്ക് പോകുന്ന ആളുകൾക്ക് പ്രതിമാസ വാടക, അതുപോലെ തന്നെ അടിയന്തര ധനസഹായമായി 15,000 രൂപ ഉൾപ്പെടെ കൊടുക്കണമെന്നും ഇന്ന് കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ദേശീയപാത അതോറിറ്റിക്ക് വീഴ്ച ഉണ്ടായെന്ന് സമ്മതിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. എല്ലാ ഉത്തരവാദിത്വവും ദേശീയപാത അതോറിറ്റിക്കാണെങ്കിലും ഏതെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടായി എന്ന് സർക്കാർ മനഃപൂർവ്വമായിട്ട് പറയുന്നില്ല. പക്ഷേ ടെക്നിക്കൽ കമ്മിറ്റി നടത്തിയ പഠനത്തിൽ ഈ അശാസ്ത്രീയമായ രീതിയിലാണ് ദേശീയപാത ഈ നിർമ്മാണം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. 48 സ്ഥലങ്ങളിൽ അപകട സാധ്യതയുണ്ട്. ഇനിയും മഴ പെയ്താൽ മണ്ണിടിയാൻ സാധ്യതയുണ്ട് എന്നതടക്കമുള്ള വിശദമായ റിപ്പോർട്ട് കളക്ടർക്ക് നിലവിൽ ടെക്നിക്കൽ കമ്മിറ്റി സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ ദേശീയപാതയ്ക്കുണ്ടായത് ഗുരുതര വീഴ്ചയാണ് എന്നതടക്കമുള്ള പരാമർശങ്ങളുണ്ട്. പക്ഷേ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഉൾപ്പെടെ പ്രതികരണത്തിൽ ദേശീയപാത അതോറിറ്റിയോ അല്ലെങ്കിൽ കരാർ കമ്പനിയോ കുറ്റപ്പെടുത്തുന്നില്ല എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടതാണ്. നിലവിൽ ഈ ഇന്നത്തെ തീരുമാനം അംഗീകരിക്കാൻ ഈ ക്യാമ്പിൽ കഴിയുന്ന ആളുകൾ തയ്യാറായിട്ടില്ല. അവർക്ക് ശാശ്വതമായൊരു പരിഹാരം ഈ ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ട് എന്ന് പറയുമ്പോഴും ഈ ഇൻഷുറൻസ് പരിരക്ഷയ്ക്കകത്ത് ഉൾപ്പെടുന്ന പല കുടുംബങ്ങളും പ്രതിസന്ധി നേരിടുന്ന അല്ലെങ്കിൽ ദുരന്തബാധിത മേഖലയിലുള്ളവരാണ്. അവർ ആ ലിസ്റ്റിൽ ഇല്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ക്യാമ്പിൽ കഴിയുന്നവർ പ്രതിഷേധിക്കുന്നത്. നിലവിൽ എന്തായാലും ഈ തീരുമാനത്തെ അവർ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ വിശദമായിട്ടുള്ള ഈ മണ്ണിടിച്ചിലിന് പിന്നാലെ എങ്ങോട്ട് പോകണമെന്നറിയാതെ നിസ്സഹായരായി നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരുടെ കാര്യത്തിൽ ആശ്വാസകരമായ ഒരു തീരുമാനം, അവർക്ക് ആശ്വാസം നൽകുന്ന തരത്തിലുള്ള നടപടികളാണ് ഇനി ഉണ്ടാവേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.